Hello my students, from the last class we discussed about non-pathogenic diseases like lifestyle disease, deficiency of nutrients, occupational genetic. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എന്തൊക്കെ ഡിസീസസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. മെയിനായിട്ട് പാത്തോജനിക് ഓർ കമ്മ്യൂണിക്കബിൾ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നോൺ പാത്തോജനിക്. ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസസും അതല്ലാത്ത ഡിസീസുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ നോൺ പാത്തോജനിക് ഡിസീസസിൽ നമ്മൾ 3 ടൈപ്പും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി വഴി വരുന്ന ഡിസീസസ് ഏതൊക്കെ, ഒക്കുപേഷണലി നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണ്, ദെൻ ജനറ്റിക് ഡിസീസസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനറ്റിക് ഡിസീസസ് തന്നെ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഒക്കെ ആയിരുന്നു. ആൻഡ് 2 ടൈപ്പ് ഡിസീസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ജനറ്റിക് ഡിസീസിൽ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ജനറ്റിക് ഡിസീസസിൽ വരുന്ന ദ മോസ്റ്റ് വൺ ആണ് ക്യാൻസർ. എന്താണ് ക്യാൻസർ? യെസ്, ക്യാൻസർ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ദി uncontrolled division of cells and their spread to other tissues. അതായത് നമ്മുടെ ബോഡിയിൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി സ്മാൾ യൂണിറ്റ്സ് ആർ കോൾഡ് സെൽസ്. ഈ ഒരു സെൽസിൻ്റെ അൺകൺട്രോൾഡ് ഡിവിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ക്യാൻസർ. ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദാറ്റ് സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. വേറെയുള്ള ടിഷ്യൂവിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെൽസിന് അൺകൺട്രോൾഡ് ഡിവിഷൻ സംഭവിച്ചിട്ട് വേറെയുള്ള ടിഷ്യൂസിലോട്ട് ദാറ്റ് സ്പ്രെഡ്. ദ നോർമൽ സെൽസ് ഗെറ്റ് transformed into cancerous cells when the control system of cell division fails. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു നോർമൽ സെല്ലുണ്ട് എങ്കിൽ ആ ഒരു നോർമൽ സെല്ല് ഒരു ക്യാൻസറിയനസ് സെല്ലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ when the control system of cell division fails. അതായത് നമ്മുടെ ബോഡിയിൽ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ഈ സെൽ ഡിവിഷൻ ഫെയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഒരു നോർമൽ സെല്ല് ഒരു ക്യാൻസറിയസ് സെല്ലായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അതായത് സെൽ ഡിവിഷൻ ഫെയിലിയർ ചെയ്യുന്ന ടൈമിൽ നോർമൽ സെൽ ക്യാൻസറിയസ് സെല്ലായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് മേ ബി ഡ്യൂ ടു ദ. എങ്ങനെയാണ് ഈ ഒരു നോർമൽ സെൽ ക്യാൻസറസ് സെല്ലാകുന്നത്? ദ മേ ബി സം റീസൺസ്. ദ ഫസ്റ്റ് വൺ ഈസ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എന്തെങ്കിലും എൻവിറോൺമെൻറ്റൽ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ സ്മോക്കിംഗ്, റേഡിയേഷൻ, വൈറസ്, hereditary factors etc. So what are the reason for cancer disease എന്ന് ചോദിച്ചാൽ മേ ബി ഇറ്റ് ഹെറിഡിറ്ററി ആകാം, ഓർ മേ ബി എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആകാം, റേഡിയേഷൻസ് വഴി, വൈറസ് വഴി, സ്മോക്കിംഗ് വഴിയൊക്കെ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗം നമ്മുടെ ബോഡിയിൽ വരാം. സോ വാട്ട് യു മീൻ ബൈ ക്യാൻസർ? ഇറ്റ്സ് ക്യാൻസർ വിച്ച് മീൻസ് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദാറ്റ് സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. അതായത് നോർമൽ സെൽസ് ക്യാൻസറസ് സെൽസ് ആകുന്നത് സെൽ ഡിവിഷൻ ഫെയിൽ ആകുന്ന ടൈമിലാണ്. ആൻഡ് അതെങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, and the disease may be become complicated with the spread of cancer cells to other parts of the body through blood and lymph. നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ട്രീറ്റബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ദ സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽസ് ടു അതർ പാർട്സ് ഓഫ് ദ ബോഡി ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ആൻഡ് ലിംഫിലൂടെ നമ്മുടെ ക്യാൻസറിയസ് സെൽസ് വേറെ ബോഡി പാർട്സിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അത് മോർ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. സോ നമ്മുടെ ബോഡി ഫുള്ള് നമ്മുടെ ഒരൊറ്റ നോർമൽ സെല്ലില്ലാതെ ഫുൾ ക്യാൻസറസ് സെല്ലായി മാറുകയാണ്. സോ നമുക്ക് അവിടെ ഒരു കോംപ്ലിക്കേഷൻ വരികയാണ്. സോ റിക്കവറി അത്ര പോസിബിൾ അല്ല. ബട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസർ സെൽസിനെ അവിടെ വെച്ച് തന്നെ നമുക്കവിടെ
അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ. ബട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, നമ്മുടെ ബോഡി മുഴുവനും ബ്ലഡ് ആൻഡ് ലിംഫിലൂടെ അത് വേറെയുള്ള ബോഡി പാർട്സിലോട്ട് സ്പ്രെഡ് ചെയ്താൽ ഇറ്റ്സ് മോർ കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിലുള്ള നോർമൽ സെൽസും ക്യാൻസറൽ സെൽസും എങ്ങനെയാണ് എന്നുള്ളത്. സോ ആ ഒരു പിക്ചർ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്യാൻസർ ആൻഡ് കേരള. The study conducted by the Regional Cancer Center in Trivandrum has revealed that every year there are more than 50,000 newly affected cancer patients in Kerala, and about 20% of cancer are due to some complaints in food. ഇയർലി 50,000 കേസസ് ആണ് നമ്മുടെ കേരളയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ 20% ക്യാൻസറും നമുക്ക് വരുന്നത് ദി കോംപ്ലൈൻസ് ഓഫ് ഫുഡ്. ഇറ്റ്സ് ഓഫ് കോഴ്സ് നമ്മുടെ മോഡേൺ ഫുഡിൽ നിന്നാണ് നമുക്ക് 20% ഓഫ് ക്യാൻസർ നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, 50% of cancer among males are related to mouth, throat and lungs. മെയിൽസിൽ 50%ഉം എന്തിനൊക്കെ റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? യെസ്, മൗത്ത്, ത്രോട്ട്, ലങ്സ് ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ്. ബിക്കോസ് നമ്മുടെ സ്മോക്കിംഗ്, അതുപോലെ തന്നെ ലിക്വർ യൂസിങ്, ഡ്രഗ്സ് യൂസിങ് ഒക്കെ വഴിയാണ് 50% മെയിലിൽ ക്യാൻസറിന് വരുന്ന പോസിബിലിറ്റീസ്. ഓക്കെ, the main reasons identified for this are smoking and alcoholism. സോ ദ മെയിൻ റീസൺ ആയിട്ട് നമ്മൾ റീസെൻ്റ്ലി ആ ഒരു റീജിയണൽ സെൻറ്ററിൽ നിന്ന് എടുക്കുന്നത് ആൽക്കഹോളിസും സ്മോക്കിംഗും ആണ് ക്യാൻസറിന് മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. ത്രൂ ദ റേറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ആർ ഇൻക്രീസിങ്, ദ നമ്പർ ഓഫ് പീപ്പിൾ റിക്കവറിങ് ഫ്രം ദ ഡിസീസ് ഈസ് ആൾസോ ഓൺ എ സ്റ്റഡി ഇൻക്രീസ്. സോ എന്ത് ചെയ്യുന്നുണ്ടാ, അസുഖം ബാധിക്കുന്ന ആൾക്കാർ ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ അതിൽ നിന്നും മുക്തരാകുന്നവരുടെ നമ്പറും ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. Even though cancer is a genetic disease, it's not considered as a hereditary disease. ഇതൊരു പാരമ്പര്യമായിട്ട് വരുന്ന രോഗമായിട്ട് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊരു ജനറ്റിക് ഡിസീസസ് ആയിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എക്സെട്ര ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. സോ നമ്മൾ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ തെറാപ്പി. ഏതൊക്കെയാണ് ക്യാൻസറിന് യൂസ് ചെയ്യുന്ന പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്? സർജറി, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ആണ് മെയിനായിട്ട് നമ്മൾ ഇതിനെ പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ക്യാൻസർ ആണ് വരുന്നത്. As recovery from the disease is difficult if the disease become more severe, early diagnosis of the disease is crucial in the treatment of cancer. So അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. ഇത് നമ്മൾ ഏർലി ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഈസിലി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അത്രയും ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടാണ് അറിയുന്നതെങ്കിൽ ഇറ്റ്സ് മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഡിസ്കസ് വിത്ത് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് അബൌട്ട് ലൈഫ് സ്റ്റൈൽ ആൻഡ് food habits that will help us to get rid of cancer. Also collect more informations in this regard from other sources. അതായത് നമ്മൾ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് എന്തൊക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലും ലൈഫ് സ്റ്റൈലും ഈ ഒരു ഡിസീസ് വരാതെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പോയിൻറ്റ്സ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നാമതായിട്ട് നമുക്ക് നല്ല ഹൈജീനിക്കായിട്ട് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്തി പേഴ്സൺ ആകുക, എക്സസൈസ്, ഡയറ്റ്, നല്ല പ്ലെൻറ്റി ഓഫ് ഫുഡ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്മോക്കിങ്, ഡ്രഗ്സ് ഇതിൻ്റെ യൂസൊക്കെ കുറയ്ക്കുക. ഇതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയ പോയിൻറ്റ്സാണ്. പോയിൻറ്റ്സായിട്ട് നമുക്ക് എഴുതാം, ഡോണ്ട് യൂസ് ടൊബാക്കോ യൂസ് ചെയ്യരുത്. ഒരു ഹെൽത്തി ഡയറ്റ്, അതായത് നമ്മുടെ മോഡേൺ ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നല്ല, മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ പ്ലെൻറ്റി എമൗണ്ട് ഓഫ് എന്ത് ചെയ്യുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒബേസിറ്റി ഒക്കെ അവോയ്ഡ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക. ഇതൊക്കെ വഴി നമുക്ക് ഒരു ചാൻസ് വരെ നമുക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വോളണ്ടറി ഓർഗനൈസേഷൻ ദാറ്റ് ഓഫർ പാലിയേറ്റീവ് കെയർ ടു ക്യാൻസർ പേഷ്യൻറ്റ്.
നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, അതുപോലെ നമ്മുടെ നാടുകളിലൊക്കെ. ഇവരുടെയൊക്കെ മെയിൻ പർപ്പസ് എന്താണ് ഇവർ ഈ ഒരു ക്യാൻസർ പേഷ്യൻസിന് കുറച്ച് പണം മാത്രമാണോ കൊടുക്കുന്നത്? വേറെ എന്തൊക്കെ നമുക്കൊരു ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹെയർ ഡൊണേറ്റ് ചെയ്യാം, ട്രീറ്റ്മെൻറ്റ്സിനുള്ള ക്യാഷ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡ്രസ്സസ് കൊടുക്കാം, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ മെൻ്റൽ സ്ട്രെസ്സ്, മെൻ്റൽ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിലീഫ് ചെയ്യുക, അതിന്നൊക്കെ ഒന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരെ ജസ്റ്റ് ഫ്രീഡം കൊടുക്കുക, അവരെ മോർ ഹാപ്പി ആക്കുക, ലവ് ആൻഡ് കെയർ കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയേഴ്സ് മാത്രമല്ല നമ്മുടെ പോലത്തെ ആൾക്കാർക്കും ക്യാൻസർ പേഷ്യൻസിനെ കണ്ടാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് അയാളെ കണ്ട് പേടിച്ച് അയാളെ കണ്ട് ഒഴിഞ്ഞു മാറാതെ അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് അയാളെ മോർ ഹാപ്പി ആക്കണം. സോ അയാളെ ഒരിക്കലും മെൻ്റലി ഡിപ്രസ്ഡ് ആക്കാൻ വിടരുത്. അതുപോലെ തന്നെ യോഗാസ്, എക്സസൈസസ്, സ്മോൾ എക്സസൈസൊക്കെ കൊടുത്തിട്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റാക്കി എടുക്കണം. ഓക്കെ, സോ അത് ഏതൊക്കെയാണ് പോയിൻറ്റ്സ് എന്നുള്ളത് എഴുതുക. നമുക്ക് എങ്ങനെയൊക്കെ അവരെ റിലീഫ് ചെയ്യാൻ പറ്റും എന്നുള്ള പോയിൻറ്റ്സ് എഴുതുക. Okay, and the next question. India, the world capital of diabetes, hypertension, the silent killer, changes in food habits, the number of obese people on the rise, lack of exercise, the main reason for increase in cardiac disease. So, don't see those newspaper reports point to the ill effect of unhealthy lifestyle. യെസ്, അതായത് നമുക്ക് ആ ഒരു ഹെഡ്ലൈൻസിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ്, ഇതൊന്നും നമ്മുടെ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഡിസീസസ് അല്ല. മോഡേൺ ജനറേഷൻ, മോഡേൺ കാലമായപ്പോൾ ഉണ്ടാകുന്ന ഓരോ ഡിസീസസ് ആണ് ഒബേസിറ്റി, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡയബറ്റീസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സോ ദ മെയിൻ റീസൺ ഫോർ ദീസ് ടൈപ്സ് ഓഫ് ഡിസീസസ് ഈസ് ആൻ അൺഹെൽത്തി കണ്ടീഷൻ. So the next one is lifestyle diseases. നമ്മൾ നോൺ പാത്തോജനിക് ഡിസീസസിൽ ഒക്കുപേഷണൽ ഡിസീസസ്, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് പറഞ്ഞു. ദെൻ ജനറ്റിക് ഡിസീസസ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, ക്യാൻസർ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് ദ നെക്സ്റ്റ്, ദ ലാസ്റ്റ് വൺ ഈസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 5 types ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡയബറ്റീസ്. So what do you mean by diabetes? The cause is deficiency of insulin or its malfunctioning. നമുക്കറിയാം, നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസുലിൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡിയിൽ. സോ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് എന്താണ് അതിന് കാരണമാകുന്നത്? ഒന്നെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ അല്ലാതായിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ കുറവ്, ദാറ്റ് മീൻസ് ഡെഫിഷ്യൻസി. സോ ദ കോസ് ഈസ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ or the malfunctioning of insulin, that is the cause of the diabetes disease. Okay, and the second one is fatty liver. Fatty liver, the main cause of the fatty liver is deposition of excess fat in the liver. നമ്മുടെ ലിവറിൽ ഫാറ്റിൻ്റെ എക്സസീവായിട്ടുള്ള ഡിപ്പോസിഷനാണ് എന്തിന് കാരണമായിട്ട് വരുന്നത്? ഫാറ്റി ലിവർ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് മെയിൻ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് അതിന്. അതുപോലെ തന്നെ നമ്മൾ ഡ്രഗ്സ്, സ്മോക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ വരുന്ന എക്സസ് ഫാറ്റ് നമ്മുടെ ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വഴി വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഫാറ്റി ലിവർ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് സ്ട്രോക്ക്. Stroke means rupture of blood vessels in the brain, block of blood flow. നമ്മുടെ ബ്രെയിൻസിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ റപ്ചർ, വിച്ച് മീൻസ് പൊട്ടിപ്പോകുന്നുണ്ട്. അത് പൊട്ടിപ്പോകുന്നത് വഴി അവിടെയുള്ള ബ്ലഡ് ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്.
അതും എന്താണ്, സ്ട്രോക്കാണ്. അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. സ്ട്രോക്ക് വരാൻ കാരണം നമ്മുടെ മെൻ്റലി ഡിപ്രസ്ഡ് ആവുന്ന പേഷ്യൻസിന് വരും, ഹൈ BP ഉള്ള പേഷ്യൻസിന് വരും, അധികം നമ്മുടെ മൊബൈൽസിൻ്റെ യൂസൊക്കെ കൂടുന്ന പേഷ്യൻസിനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഇതിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. സോ സ്ട്രോക്കിൻ്റെ മെയിൻ കോസ് വിച്ച് മീൻസ് ദി റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദി ബ്രെയിൻ, ബ്ലോക്ക് ഓഫ് blood flow. Okay, and the fourth one is hypertension. Hypertension, which means decrease in the diameter of arteries due to deposition of fat. നമ്മുടെ ആർട്ടറീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടറീസിൻ്റെ ഡയമീറ്ററൊക്കെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഫാറ്റൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആർട്ടറീസിൻ്റെ ആ ഒരു ഡയമീറ്റർ, അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ആർട്ടറീസ് വാൾവ് എന്ന് കരുതുക. ഇത് ഇത്രയും ഡയമീറ്റർ ഉണ്ടായിരിക്കും. സോ ഇവിടെയൊക്കെ ഫാറ്റ് വന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർട്ടറീസിൻ്റെ ഡയമീറ്റർ അങ്ങ് കുറയും. സോ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ. സോ അവിടെയുള്ള ബ്ലഡ് ഫ്ലോ എന്തായിരിക്കും, ഒന്നെങ്കിൽ കുറയും അല്ലെങ്കിൽ അവിടെ അത് ഒരു ഫ്ലോ ബ്ലോക്ക് ചെയ്യും. സോ ദാറ്റ് ഡിസീസ് ഈസ് കോൾഡ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹാർട്ട് അറ്റാക്ക്. നമ്മൾ മോസ്റ്റ് കോമൺലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ് ഹാർട്ട് അറ്റാക്ക്. ഓരോരോ വീട്ടിലും ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ് ഇല്ലാത്ത വീട് വളരെ ചുരുക്കമായിരിക്കും അല്ലേ. സോ എന്താണ് അതിൻ്റെ കാരണം? ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് in coronary arteries which carry blood to the heart. അതായത് നമ്മുടെ ബ്ലഡ് ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹാർട്ടിലോട്ട് എത്തുന്ന ബ്ലഡിൻ്റെ ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഡ്യൂ ടു ദി ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ കൊറോണറി ആർട്ടറീസ്. നമ്മുടെ കൊറോണറി ആർട്ടറീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വഴി ബ്ലഡ് ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് ആ ബ്ലഡ് നമ്മുടെ ഹേർട്ടിലോട്ട് എത്തേണ്ട ബ്ലഡാണ്. സോ ഹേർട്ടിലോട്ട് ബ്ലഡ് എത്തിയിട്ടില്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, ആ ബ്ലഡ് അവിടെ പോകില്ല. സോ നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. സോ മെയിനായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ പഠിക്കുന്നത് 5 types ഓഫ് ഡിസീസസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡയബറ്റീസ്, സെക്കൻഡ് വൺ ഈസ് ഫാറ്റി ലിവർ, തേർഡ് വൺ ഈസ് സ്ട്രോക്ക്, ഫോർത്ത് വൺ ഈസ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഹാർട്ട് അറ്റാക്ക്. ആൻഡ് എന്തൊക്കെയാണ് അതിൻ്റെ കോസസ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ അൺഹെൽത്തി ലിവിങ് സ്റ്റൈൽ. യെസ്, the changes in food habit, lack of physical exercise, mental stress, bad habits like consumption of alcohol, drug abuse, smoking, etc. leads to various lifestyle diseases. So നമ്മൾ 5 type of lifestyle diseases പറഞ്ഞു. സോ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ്? നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ വരുന്ന ചേഞ്ചസ്, ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്, ഫിസിക്കൽ എക്സസൈസിൽ വരുന്ന കുറവ്, മെൻ്റൽ സ്ട്രെസ്സുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബാഡ് കൺസംഷൻ ആയിട്ടുള്ള ആൽക്കഹോൾ, ഡ്രഗ്സ്, സ്മോക്കിംഗ്, അതുവഴിയൊക്കെയാണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഈ ഡിസീസസൊക്കെ മെയിനായിട്ട് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ വർക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്യാൻസറിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുക. ദെൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ഈ 5 ഡിസീസസും അതിൻ്റെ കോസസും എഴുതുക. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഒബ്സർവ് ദി ഇല്ലൂസ്ട്രേഷൻ 4.8 ഓൺ സം ഓഫ് ദി ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് സ്മോക്കിംഗ്. സ്മോക്കിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലെ മെയിൻ 3 പാർട്സ് ആയിട്ടുള്ള ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ സ്മോക്കിങ് എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് നോക്കാം നമുക്കത് ഏതൊക്കെയാണ് എന്നുള്ളത്. ബ്രെയിൻ ഉണ്ട്, അതുപോലെ ലങ്സിൽ, ദെൻ ഹാർട്ടിൽ. എങ്ങനെയാണ് സ്മോക്കിങ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് നോക്കുന്നത്. ബ്രെയിനിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? സ്ട്രോക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോക്ക്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് അഡിക്ഷൻ ടു നിക്കോട്ടിൻ. എന്താണ് നിക്കോട്ടിന്?
അഡിക്ഷൻ ടു നിക്കോട്ടിൻ. നമുക്കറിയാം നമ്മുടെയൊക്കെ സ്മോക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡ്രഗ്സ് അതിലൊക്കെയുള്ളൊരു ടൊബാക്കോ കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് ആണ് നിക്കോട്ടിൻ. അതിനൊരു അഡിക്ഷനായിട്ട് മാറുന്നത് നമ്മുടെ ബ്രെയിൻസ് വഴിയാണ്. സോ ബ്രെയിനെ അത് അസോസിയേറ്റ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ആണ് സ്ട്രോക്ക് ആൻഡ് അഡിക്ഷൻ ടു നിക്കോട്ടിൻ. ആൻഡ് ദ സെക്കൻഡ് വൺ നമ്മുടെ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ നയൻത്ത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ലങ് ക്യാൻസർ, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് പോലുള്ള 3 ഡിസീസസ് ആണ് സ്മോക്കിംഗ് വഴി ലങ്സിനെ കോസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹേർട്ടിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? യെസ്, ഓഫ് കോഴ്സ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഹേർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി. 3 എണ്ണമാണ് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡ് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസ്, ആൻഡ് തേർഡ് വൺ ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി. സോ ഇത് ജസ്റ്റ് മുകളിൽ സ്മോക്കിംഗ് എന്ന് എഴുതുക, സ്മോക്കിംഗ് അസോസിയേറ്റഡ് വിത്ത് പ്രോബ്ലംസ് എഴുതുക. ബ്രെയിൻ, ലങ്സ്, ഹേർട്ട്, സ്ട്രോക്ക്, അഡിക്ഷൻ ടു നിക്കോട്ടിൻ, ലങ് ക്യാൻസർ, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് അഡീഷണൽ മറ്റ് 2 പോയിൻറ്റ്സ് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറീസും ഡിക്രീസ് ഇൻ ഫങ്ഷണൽ എഫിഷ്യൻസി അതും കൂടി ആഡ് ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.